ഈ വ്യൂവിങ്ങിന് സമയം കളയാതിരിക്കാനായിട്ടുള്ളൊരു മെയിൻ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും വലിയൊരു എമൗണ്ട് നമുക്ക് അടയ്ക്കേണ്ടി വരും. 5 സ്റ്റാർ ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സ്ക്രാപ്പിന് കൊടുക്കേണ്ട അവസ്ഥ വരെ വന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫസ്റ്റ് മണി സേവിങ് ആയിട്ടൊരു ടിപ്പ് നമ്മൾ ചെയ്തത്, ഇതെല്ലാം എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല, പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വന്ന കുറച്ച് ടിപ്സിൽ ഫസ്റ്റ് വൺ തന്നെ അക്കോമഡേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം UK വന്നാൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു ഹൈ പ്രയോറിറ്റി ഒരു സംഭവമാണ് നമുക്കൊരു നല്ല അക്കോമഡേഷൻ കിട്ടുക, അഫോർഡബിൾ ആയിട്ട് കിട്ടുക, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അക്കോമഡേഷൻ സൈറ്റുകൾ എന്ന് പറയുമ്പോൾ സ്പെയർ റൂം, റൈറ്റ് മൂവ്, സൂപ്ല, പ്രോപ്പർട്ടി ഓൺ മാർക്കറ്റ്, അങ്ങനെ പറയുന്ന കുറേ അക്കോമഡേഷൻ സൈറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ സ്പെയർ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾ ഇൻക്ലൂഡിങ് ബിൽസ് വളരെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്പെയർ റൂം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, ഇവർ കൂടുതലും അവർ അലോ ചെയ്യുന്നത് സിംഗിൾ ഓക്യുപ്പൻസി ആയിരിക്കും. അതായത് ഇപ്പോൾ കപ്പിളായിട്ടൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡ്യുവൽ ഓക്യുപ്പൻസി അതിൽ കാണാൻ സാധ്യത കുറവാണ്. ഷെയർഡ് ഹൗസിലൊക്കെ ആയിരിക്കും നമുക്കൊരു റൂം, അപ്പോൾ നമുക്ക് കിച്ചണും ബാത്റൂമും ഒക്കെ ഷെയർ ചെയ്യേണ്ടി വരും. സൂപ്ല അതുപോലത്തെ ഒക്കെ വേറെ പ്ലാറ്റ്ഫോംസാണ്. അപ്പം നമ്മളൊരു അക്കോമഡേഷൻ ഇഷ്ടപ്പെട്ടു, നമ്മൾ അതിൻ്റെ വ്യൂവിങ്ങിന് പോകുന്നതിന് മുന്നേ അവർക്ക് എൻക്വയറി അയച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ അക്കോമഡേഷൻ ഏത് ബാൻഡിൽ വരുന്നതെന്ന് നോക്കാം. ബാൻഡ് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ പ്രോപ്പർട്ടിയും ഓരോ പ്രോപ്പർട്ടി ഏരിയ ബേസ് ചെയ്ത് അതിനെ ആ പ്രോപ്പർട്ടിക്ക് ഒരു ബാൻഡിലാണ് നിശ്ചയിച്ചിരിക്കുക. അപ്പോൾ ഈ ബാൻഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കൗൺസിൽ ടാക്സ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം ഓൾ ഇൻക്ലൂഡിങ് ബിൽസ് അല്ലാതെ സെപ്പറേറ്റ് എക്സ്ക്ലൂഡിങ് ബിൽസ് പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ പ്രോപ്പർട്ടിക്ക് നമ്മുടെ പേരിൽ ഒരു കൗൺസിൽ ടാക്സ് ബില്ല് അടയ്ക്കേണ്ടി വരും. അപ്പം A to E വരെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ബാൻഡുകളുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ലോവസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് A ആണ്. നമ്മൾ കൂടുന്നതനുസരിച്ച് ABC മുകളിലോട്ട് കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രോപ്പർട്ടിക്ക് കൗൺസിൽ ടാക്സ് വളരെയധികം കൂടും. അപ്പം നമ്മൾ അക്കോമഡേഷൻ എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അക്കോമഡേഷനിൽ അടുത്ത നമുക്കൊരു പ്രശ്നം വരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ബിൽസാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ ബിൽസ് കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ മടുക്കും. അപ്പം ഞങ്ങളുടെ അക്കോമഡേഷനിൽ നമ്മൾ ചെയ്ത ഒരു ടിപ്പെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി EDF എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ എനർജി ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് മന്ത്ലി അടയ്ക്കേണ്ട പേയ്മെൻറ്റ് ഇങ്ങനെ വളരെയധികം നമുക്ക് അഫോർഡബിൾ അല്ലാത്ത രീതിയിൽ തോന്നും. നമ്മൾ മാത്രമേ ഉള്ളൂ, എന്നിട്ട് പോലും നമ്മൾ അത്ര അടയ്ക്കുന്നത് വെച്ച് ഞാൻ ജസ്റ്റ് വേറൊരു എനർജി കമ്പനിയിലോട്ട് വിളിച്ച് ചോദിച്ച് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചപ്പോൾ പെർ ഡേ വരുന്ന റേറ്റിൽ തന്നെ വളരെയധികം വ്യത്യാസം മനസ്സിലായി. അപ്പം ഞാൻ പയ്യെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ EDFയിൽ നിന്ന് സ്കോട്ടിഷ് പവറിലോട്ട് സ്വിച്ച് ചെയ്തു. അങ്ങനെ സ്വിച്ച് ചെയ്തപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ മന്ത്ലി, അത് സത്യമായിട്ട് ഞങ്ങൾ പറയുകയാണ്, മന്ത്ലി ഞങ്ങൾക്ക് 50 പൗണ്ട്സാണ് സേവ് ചെയ്യാൻ പറ്റിയത്. അപ്പം നമ്മൾ എനർജി യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ എനർജി കമ്പനികളുണ്ട്, അവരൊക്കെ ഏതൊക്കെ റേറ്റിനാണ് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എനർജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ വീട്ടിൽ സ്മാർട്ട് മീറ്റർ, അതായത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന എനർജിയുടെ ബില്ല് കാണിക്കുന്ന ഒരു സ്മാർട്ടായിട്ടുള്ളൊരു മീറ്ററുണ്ട്, ഒരു ഫോൺ പോലെ ഒരു സാധനം. അത് നമ്മുടെ വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ഒരു ദിവസം നമ്മൾ ഇത്ര പൗണ്ടിന് നമ്മൾ എനർജി യൂസ് ചെയ്തു എന്ന് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അങ്ങനത്തെ മീറ്റർ ഇല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ ആ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ എനർജി കമ്പനീനെ വിളിച്ച് പറയുക, ഇല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് അവിടെ റീഡിങ് കൂടുമല്ലോ. നമ്മൾ നാട്ടിലൊക്കെ പണ്ട് നമ്മൾ റീഡിങ് ചുമ്മാ കണക്ക് കൂട്ടുമായിരുന്നല്ലോ വീട്ടിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് റീഡിങ് നമുക്ക് കാണാൻ പറ്റും ഓരോ ദിവസം കയറുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസം കൂടുമ്പോഴേക്കും നമ്മൾ റീഡിങ് നമ്മുടെ ഫോണിൽ ആപ്പ് ത്രൂ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കറക്റ്റ് ബില്ല് നമുക്ക് വരും. ഇല്ലെങ്കിൽ അവരെന്ന് വെച്ചാൽ പണ്ട് അവിടെ താമസിച്ചിരുന്നവർ വലിയൊരു യൂസേജ് ആയിരിക്കും നമുക്ക് ആ എനർജി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ബില്ല് വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും വലിയൊരു എമൗണ്ട് നമുക്ക് അടയ്ക്കേണ്ടി വരും. അങ്ങനെയാണ് ഞങ്ങൾ 50 പൗണ്ടോളം പെർ മന്ത് സേവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത നമുക്ക് UK വളരെയധികം എക്സ്പെൻസ് ആയിട്ട് വരുന്നൊരു സംഭവം എന്ന് പറയുന്നത്, എല്ലാവരിലും അല്ല, പക്ഷേ കാർ മേടിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാർ നമ്മൾ ഇഷ്ടപ്പെട്ട് മേടിക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ അതിൻ്റെ ഇൻഷുറൻസ് നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് ആഡ് ചെയ്യുമ്പോൾ ആ കാറിൽ നമുക്ക് എത്ര ഇൻഷുറൻസ് വരുന്നുണ്ട്, എത്ര ടാക്സ് വരുന്നുണ്ട്, ഏത് കമ്പനികളാണ് നമുക്ക് കുറച്ച് ടാക്സിൽ പേ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഈ കാറുമായിട്ട് പരിചയമുള്ള ആരുമായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് ഒക്കെ എങ്ങനെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് എടുക്കാമെന്ന്. അപ്പം അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ UK കുറച്ച് നാളുകളായിട്ട് കാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യിക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. ഈ കാറിൽ തന്നെ പല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കാം. ഇപ്പോൾ കാറ്റഗറി, അതായത്
എന്തെങ്കിലും പണിയൊക്കെ കിട്ടിയ വണ്ടിയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് കാറ്റഗറി വണ്ടി എന്താണെന്ന് ചിലവർക്ക് അറിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളെയും കൊണ്ട് പോയി നമ്മൾ ഈ കാറിൻ്റെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ കാറ് മേടിക്കുക. നാട്ടിലത്തെ പോലെ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ ഇവിടെ കാറിനെന്നും പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് കയറി ചാടി വീഴും. പക്ഷെ അത് നമുക്ക് പിന്നെ സ്ക്രാപ്പിന് കൊടുക്കേണ്ട അവസ്ഥ വരെ വന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെയുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഗ്രോസറി ഷോപ്പിംഗ്. ഈ ഗ്രോസറി ഷോപ്പിങ്ങിൽ നിങ്ങൾക്ക് അറിയാമോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കുറച്ച് നാളായിട്ട് എനിക്കിത് മനസ്സിലായുള്ളൂ. അപ്പം ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ മാക്സിമം ശനിയാഴ്ചകളിൽ ചെയ്യാതിരിക്കാം. സ്റ്റോക്ക് വരുന്നതാണെങ്കിലും ശനിയാഴ്ച വളരെ കുറച്ച് നാളായിട്ടുള്ള സ്റ്റോക്കായിരിക്കും ശനിയാഴ്ച അവിടെ ഇരിക്കുന്നത്. അപ്പം വീക്ക്ലി ഷോപ്പിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ശനിയാഴ്ച മാക്സിമം ഒഴിവാക്കി ഒന്നെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധൻ വ്യാഴം ആ ഡേറ്റുകളിൽ മാക്സിമം ഷോപ്പ് ചെയ്യാൻ നോക്കാം. ഇവിടുത്തെ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളായ ടെസ്കോ, ആൽഡി, ആസ്ഡ അങ്ങനെയൊക്കെ പറയുന്നിടത്ത് നമുക്ക് കൂടുതലും ബുധനാഴ്ചകളിൽ അവർ കുറച്ച് സാധനങ്ങൾ ചീപ്പ് റേറ്റിൽ വിൽക്കും. അത് കൊള്ളില്ലാത്ത സാധനം ആയതുകൊണ്ടല്ല, എക്സ്പയറി അടുക്കുന്നതായതുകൊണ്ടൊന്നും അല്ല, അവർ ചില ഓഫർ ടൈമാണ് ഈ ബുധനാഴ്ച എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഈവനിങ് ടൈമിൽ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് റെഡ്യൂസ്ഡ് ക്ലിയർ അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടും. അത് ഞാൻ എച്ചിത്തരം പറയുമല്ല, എന്നാലും നമുക്ക് മണിയൊക്കെ സേവ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സേവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ആഫ്ഡേയിൽ പോയി ഒരു 6 മണി 7 മണിയൊക്കെ ആയപ്പോഴാണ് ചെന്നത്. അപ്പം ഇഷ്ടം പോലെ പേസ്ട്രി ആവട്ടെ അല്ലെങ്കിൽ അതുപോലത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഈ ഫ്രൂട്ട്സിനൊന്നും ഇത് പറഞ്ഞ പോലെ എക്സ്പയറി നമ്മൾ അത്രയും നോക്കത്തൊന്നുമില്ല. അതിൽ എക്സ്പയറി എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ പഴമൊക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ കഴിക്കും, അഴുക്കാവുന്നത് വരെ നമ്മൾ എന്നാണേലും കഴിക്കും. അപ്പോൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ റെഡ്യൂസ്ഡ് ക്ലിയറിലൊക്കെ ഒരു 3 പൗണ്ടിൻ്റെയൊക്കെ സാധനം ചിലപ്പോൾ 2 പൗണ്ടിനും 1 പൗണ്ടിനൊക്കെ വരെ കിട്ടിയ നമുക്ക് ചരിത്രമുണ്ട്. ചിലപ്പം 50p, അതായത് വെറും 50 രൂപയ്ക്കൊക്കെ ഒരു ബഞ്ച് ഏത്തപ്പഴമാണെങ്കിലും അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം മാക്സിമം ആ ടൈമിൽ യൂസ് ചെയ്യാം. എല്ലാ കടകൾക്കും അവരുടേതായ എന്തെങ്കിലുമൊക്കെ ഓഫർ കാർഡുകൾ അല്ലെങ്കിൽ ഓഫർ ആപ്പുകൾ കാണും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ വീടിൻ്റെ അടുക്കൽ ഏതാണോ ഉള്ളത് അല്ലെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ എവിടെ നിന്നാണോ ഷോപ്പ് ചെയ്യുന്നത് അവരുടെ ആപ്പുകൾ നമ്മുടെ ഫോണിൽ എടുത്ത് വെക്കാനും അത് ത്രൂ പർച്ചേസ് ചെയ്യാനും നോക്കുക. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പല സാധനങ്ങൾക്കും ക്ലബ് കാർഡ്, ഇപ്പം ടെസ്കോയുടെ കേസിലാണെങ്കിൽ ക്ലബ് കാർഡ്, ആൽഡിക്ക് ഒന്നുമില്ല, പിന്നെ ലിഡിൽ സേവർ എന്നെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്, പൗണ്ട് ലാൻഡിനുണ്ട്, പൗണ്ട് ക്രാക്കർ എന്നും പറഞ്ഞ് അങ്ങനെ പല സേവിങ് ആപ്പുകളുണ്ട്. അപ്പോൾ അത് ത്രൂ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ 10 പൗണ്ട്സിന് നമുക്കൊരു 8 പൗണ്ട്സ് കൊടുത്താൽ മതി, അവിടെ തന്നെ നമുക്ക് 2 പൗണ്ട്സ് ലാഭമായി. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇപ്പം നമ്മൾ സേവിങ്സിൻ്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ആപ്പുകളെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഗ്രോസറി ആവട്ടെ, നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആവട്ടെ, അല്ലെങ്കിൽ പോട്ടെ നമ്മൾ ഫർണിച്ചർ പോലും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ടിൽ കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്ന ചില ആപ്പുകളുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഈ താല്പര്യമുള്ളവർ പോയി അവരുമായിട്ട് എൻക്വയറി ചെയ്തിട്ട് ഇന്ന ടൈമിൽ നമ്മൾ വന്ന് നോക്കിക്കോട്ടെ. ഭയങ്കര എളുപ്പമാണ് ഇവിടെ അത് ചെയ്യാൻ. അതായത് ഗംട്രീ, നമുക്കറിയാം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, അതുപോലത്തെ വേറെ ആപ്ലിക്കേഷനാണ് ഒളിയോ എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഈ 3 ആപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് സാധനവും ലിറ്ററലി എന്ത് സാധനവും നമുക്ക് വളരെ ചീപ്പായിട്ട്, ചിലപ്പോൾ അത് ഫ്രീ ആയിട്ട് അവർ കൊടുക്കാനിട്ടിരിക്കുന്നത് കാണും. അപ്പോൾ അവരുമായിട്ട് എൻക്വയറി എടുത്തിട്ട് നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്താൽ മതി. പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡ് പകുതി വിലയ്ക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്ന, അതും 5 സ്റ്റാർ ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗുഡ് ടു ഗോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഗുഡ് ടു ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഓൺ ആക്കിയിട്ടിട്ട്, അതായത് നമ്മൾ ഫോണിൽ എപ്പോഴും എടുത്തിടുക, എന്നിട്ട് ജസ്റ്റ് നമ്മൾ വെളിയിൽ പോകുന്ന ഒരു ദിവസമാണെന്ന് വിചാരിക്കും, നമ്മളതിൽ ചിലപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഗ്രെഗ്സ്, പിന്നെ അല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ ഷോപ്പുകളുണ്ടല്ലോ, കേക്ക് ഷോപ്സ് അതുപോലത്തെയൊക്കെ, അവിടെ സാധനങ്ങൾ അവർ കളയുന്നതിനെക്കാട്ടിലും അവർക്കത് അഫോർഡബിളായിട്ട് കുറച്ചുകൂടെ റേറ്റ് കുറവിൽ ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. അപ്പോൾ അവരതൊക്കെ അതിൻ്റെ അകത്ത് ഇടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോയി മേടിക്കാം. ഓക്കെ, അവിടെ പോയി കണ്ടിട്ട് മാത്രം മേടിച്ചാൽ മതി, അല്ല ഓൺലൈനൊന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഗുഡ് ടു ഗോ ആപ്പിനെ പറ്റി നമ്മുടെ ഒരു ഫ്രണ്ട്, ഇക്കയുടെ ഒരു ഫ്രണ്ടാണ് നമ്മളോട് പറയുന്നത്. അപ്പം നമ്മളും ചുരുമ രസത്തിനൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടതാണ്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് ടൈമിൽ ലണ്ടൻ പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആ പുള്ളി പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർത്തിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയതാണ്. അപ്പം നമ്മുടെ തൊട്ടടുക്കൾ ഒരു 0.2 മൈലിൽ ഒരു ചൈനീസ് കേക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ഓർത്ത് ഇവർ പൊട്ടത്തരമാണ് ഇട്ടിരിക്കുന്നത്, തെറ്റിപ്പോയതാണോ എന്ന് വരെ സംശയിച്ചു പോയി. അതായത് 40 പൗണ്ടിൻ്റെ ഒരു ബഞ്ച്, ഒരു ടേബിൾ ഫുള്ള് നിറയുന്ന അത്രയും
കേക്കും പേസ്ട്രികളും പപ്സും അതുപോലത്തെ സാധനങ്ങളിലെല്ലാം വെറും 8 പൗണ്ടിന് അവർ തന്നു. നമ്മളവിടെ പോയി മേടിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഓൾറെഡി കട ക്ലോസിങ് ടൈമാണ്, അപ്പോൾ 2-3 സാധനങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് വെച്ചോട്ടെ എന്ന്. അതും ഫ്രീ ആയിട്ട് എല്ലാം കൂടെ നമുക്ക് വെറും 8 പൗണ്ട്സിന് നമുക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ നമുക്ക് മെയിനായിട്ട് 2 ആപ്ലിക്കേഷൻസ് ഉണ്ട്, യൂണിഡേയ്സും സ്റ്റുഡൻറ്റ് ബീൻസ് എന്നും പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് ഇമെയിൽ ID വെച്ചിട്ടാണ് അതിൽ കയറേണ്ടത്. രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ A to Z സാധനങ്ങൾ, അതായത് ചിലപ്പോൾ നമുക്ക് നാഷണൽ എക്സ്പ്രസ്, ട്രെയിൻ ലൈൻ ആപ്പ് അതുപോലത്തെയൊക്കെ ആപ്ലിക്കേഷനിൽ നമുക്ക് എത്രയോ %, 20% അങ്ങ് ഡിസ്കൗണ്ട് വരും അതിൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ. ഗ്രോസറികളിൽ അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സ് ഷൂ അല്ലെങ്കിൽ ഷൂസൊക്കെ മേടിക്കാനായിട്ട് നൈക്ക്, പ്യൂമ, അഡിഡാസ് അതിലുമൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇത്ര % ഓഫ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൂപ്പൺ കോഡ് കിട്ടും. അപ്പം സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ കൂടുതൽ അതിലും ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് മാത്രം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. എനിക്ക് എൻ്റെ ഈ ഫോൺ S23 സാംസങ് S23 ഗാലക്സി ഇതെന്ന് പറയുന്നത് 25% ഓഫ്, സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട്, യൂണിഡേയ്സ് സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് പ്ലസ് ആ സമയത്ത് നമുക്ക് ഓൾറെഡി സാംസങ്ങിൻ്റെ ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നു, അതും എല്ലാം കൂടെ ചേർത്ത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് ലിറ്ററലി എനിക്കറിയാം ആ ഫോൺ അത്രയും ഞാൻ വില കുറച്ചാണ് യൂണിഡേയ്സിൻ്റെ ആപ്പ് ത്രൂ മേടിച്ചത്. ഇനിയും വളരെ രസമായിട്ടുള്ളൊരു കാര്യം പറയാം, ഞങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച വേറൊരു ആപ്ലിക്കേഷനുണ്ട്, പ്രൊമോഷനാണ്, ഞങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷൻ വീഡിയോ തന്നെയാണിത്. അതെന്ന് പറയാം, നമ്മൾ ഫോണ് അല്ലെങ്കിൽ നമ്മുടെ ATM കാർഡ് ടാപ്പ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരാഴ്ച ചുമ്മാ ഇപ്പം ഞാൻ പറഞ്ഞതൊന്ന് എങ്ങനെയാവുമെന്നൊന്ന് അറിയാനായിട്ടായാലും നിങ്ങൾ ഒരാഴ്ച നമ്മൾ കയ്യിൽ പൈസ ക്യാഷായിട്ട് ATM-ത്തിൽ നിന്ന് എടുത്തിട്ടൊന്ന് കയ്യിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചു നോക്കുക. അതായത് എല്ലായിടത്തും നമ്മൾ ഈ സംഭവം കൊണ്ട് ടാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ATM എടുത്ത് ടാപ്പ് ചെയ്യുന്നു, അപ്പം നമുക്കൊരു കണക്കില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ചുമ്മാ പൈസ പൊയ്ക്കൊണ്ടിരിക്കുക. 1 പൗണ്ട് 2 പൗണ്ടല്ലേ ഉള്ളൂ നമ്മൾ വിചാരിക്കും, പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ദിവസം തന്നെ നമ്മൾ എത്ര രൂപ ചിലവാക്കുന്നുണ്ടെന്ന് ചുമ്മാ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ മതി. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടെ പൈസ എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, പൈസ മുടക്കുന്നതിന് ഇപ്പം എന്നാണ്, ചുമ്മാ നമ്മളങ്ങനെ എല്ലായിടത്തും കൊണ്ട് മുടക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു പിശുക്കത്തരം ഒന്നും പറയുകയല്ല, പക്ഷെ എന്നാലും നിങ്ങൾ ഒരൊറ്റ ആഴ്ച നിങ്ങളൊരു പോട്ടെ ഒരു 50 പൗണ്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി, എന്നിട്ട് ഈ സംഭവം തന്നെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ടാപ്പ് ചെയ്ത് നിങ്ങൾ എത്ര രൂപ കളഞ്ഞെന്നും ഈ ആഴ്ച 50 പൗണ്ടിൻ്റെ ബാക്കി എത്രയുണ്ടെന്നും ചുമ്മാ ഒന്ന് കണക്ക് കൂട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ഫോൺ ടാപ്പ് ചെയ്ത് എത്ര രൂപ നമ്മൾ ചുമ്മാ കൊണ്ടുപോയി നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ഞങ്ങൾ ചെയ്ത ഒരു മാർഗ്ഗമാണ്, പക്ഷെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, അത് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റിയില്ല. ഒരു മാസം ഞങ്ങളിതൊന്ന് നോക്കി, അപ്പം തന്നെ നമുക്ക് വലിയ ലാഭം മനസ്സിലായി. പക്ഷെ എന്നാലും നമുക്ക് ഈ പൈസ കൊണ്ട് നടക്കുന്നതിൽ പേടിയും, ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്, കൺവീനിയൻ്റ് ആണ്, ജസ്റ്റ് പോക്കറ്റിൽ നിന്ന് എടുത്തങ്ങ് ടാപ്പ് ചെയ്താൽ മതി, കൊണ്ട് നടക്കുന്നതിലുള്ള പേടിക്കോ ഒന്നും വേണ്ട. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ നിന്ന് നമുക്കറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അവരുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വല്ലതും ചെയ്യാമെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കും പ്രയോജനമാവുമല്ലോ, കേൾക്കുന്നവർക്കും ഒരു പ്രയോജനമാവും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ സംസാരിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിവേ സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ. ബൈ.